നമസ്കാരം. സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ള ചില നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. എങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഈശ്വരാധീനം മൂലം എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇവരെ ഭദ്രകാളിയമ്മ സഹായിക്കുന്നതാണ്. അമ്മ മഹാമായയുടെ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം കൂടുതലായി ഉള്ളവരാണ് ഈ 7 നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ തരണം ചെയ്തവർക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും അധികം ഉയർച്ച ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഈ കൂട്ടർ. എന്നാൽ പലപ്പോഴും ഇവർ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീണു പോകാറുമുണ്ട്. എങ്കിലും അവിടെയൊക്കെയും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം കൈത്താങ്ങ് ഇവർക്ക് ലഭിക്കാറുണ്ട്. പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴും മനസ്സിൻ്റെ ആ ഒരു ധൈര്യം ഇവർ കൈവിടാറില്ല. അതാണ് ഇവരുടെ മുഖമുദ്രയും. നന്മ മാത്രമേ ഇവർക്ക് മനസ്സിലുള്ളൂ. ആരെയും ദ്വേഷിക്കണമെന്നോ ആരെയും ദ്രോഹിക്കണമെന്നോ ഒരു ചിന്തയില്ലാത്തതിനാലാണ് ഇവരുടെ മനസ്സിൽ ഭദ്രകാളിയമ്മ കുടികൊള്ളുന്നത്. അതിസമ്പന്ന യോഗമാണ് ഈ 7 നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ളത്. അതും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം നിമിത്തമാണ്. ക്ലേശങ്ങൾ നീങ്ങാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്ന്. അമ്മ മഹാമായയുടെ അനുഗ്രഹം ഏറ്റവും അധികം ഉള്ള ഈ നക്ഷത്രക്കാർക്ക്, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുള്ള ഭവനത്തിൽ ഏറ്റവും അധികം ഭാഗ്യങ്ങളാൽ സമ്പൂർണ്ണമായ ഒരു വർഷം തന്നെയായിരിക്കും ഇത്. നന്മ നിറഞ്ഞവരാണിവർ. സ്നേഹം മനസ്സിൽ ധാരാളമായി കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഏതൊരു കാര്യവും വിശ്വസിച്ച് ഇക്കൂട്ടരെ ഏൽപ്പിക്കുവാനും സാധിക്കുന്നതാണ്. കാരണം എല്ലാം ദൈവാധീനം, ഈശ്വരാധീനം എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരും മനസ്സിൽ കള്ളവും കളങ്കവും ഇല്ലാത്തവരുമാണ് ഈ നക്ഷത്രക്കാർ. ചില നക്ഷത്രക്കാരാകട്ടെ ജനിക്കുമ്പോഴേ ഭാഗ്യത്തോടെ ആയിരിക്കും പിറന്നു വീഴുന്നത്, വായിൽ സ്വർണ്ണക്കാരൻ്റെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. പക്ഷേ ഈ നക്ഷത്രക്കാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർ കഷ്ടപ്പാടുകളിലൂടെ ദൈവത്തിനെ അകമഴിഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും അവർ ജീവിതത്തിൽ സമ്പന്ന യോഗത്തിലേക്കൊക്കെയും എത്തിച്ചേരുന്നത്. ആ 7 നക്ഷത്രക്കാരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. പേരും നാളും രേഖപ്പെടുത്തിയാൽ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നതാണ്. അമ്മ മഹാമായയുടെ പരാശക്തിയുടെ അനുഗ്രഹം കൂടുതലുള്ള 7 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ്. അമ്മ മഹാമായയുടെ ഏറ്റവും അധികം അനുഗ്രഹം ജീവിതത്തിലുടനീളം സിദ്ധിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഭരണി. സമയം തെളിഞ്ഞു എന്ന് തന്നെ ഇവർക്കിനി സന്തോഷിക്കാവുന്നതാണ്. അനുഗ്രഹം സിദ്ധിച്ചു കഴിഞ്ഞു. അമ്മ മഹാമായ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുകയാണ്. സാമ്പത്തിക ബാധ്യതകൾ ഒരുപാടുണ്ട്. ആ ബാധ്യതകളൊക്കെയും അകലുന്ന ഒരു സമയം തന്നെയാണിത്. ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെയും നീങ്ങിയ ഒരു സമയത്തിലേക്കാണ് എത്തപ്പെട്ടു നിൽക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്തുക, കുങ്കുമാഭിഷേകം നടത്തി ആ കിട്ടുന്ന കുങ്കുമം, പ്രസാദമായി കിട്ടുന്ന കുങ്കുമം ദിവസവും നെറ്റിയിൽ ചാർത്തുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അനുഗ്രഹം കൂടെയുണ്ട്. പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോവുക. നിഷ്കളങ്കവും മനസ്സ് നിറഞ്ഞതുമായ നിങ്ങളുടെ ഭക്തിയാണ് അമ്മയ്ക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്നത്. ഈ കുങ്കുമം നിങ്ങൾ ദിവസവും നെറ്റിയിൽ ചാർത്താനായി മറക്കാതിരിക്കുക. അതിലൂടെ തന്നെ നിങ്ങൾക്ക് വരുന്ന എല്ലാ ദുരിതങ്ങളും മായ്ക്കുകയും നിങ്ങളിലേക്ക് ഭാഗ്യത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാകുന്നതിനും ഭദ്രകാളി അമ്മ സഹായിക്കുന്നതാണ്. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹമുള്ള 2ാമത്തെ നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ളവരാണ്. അതിൻ്റെ ഒരു തൃപ്തി തങ്ങളാൽ കഴിയുന്ന രീതിയിൽ കുടുംബത്തിനെ സംരക്ഷിക്കാനും മക്കൾക്ക് സംരക്ഷണം നൽകാനും കഴിഞ്ഞു എന്നത് വളരെയധികം ഇവർ തൃപ്തിയോടെ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഈ കൂട്ടർക്ക് അനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഭദ്രകാളി അമ്മയുടെ. അതുകൂടാതെ ജന്മനാ തന്നെ ഭദ്രകാളി അമ്മയുടെ, അമ്മ മഹാമയ്യയുടെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണ് ഇവർ. ദേവി ഭക്തരായിരിക്കും കൂടുതലായുള്ളവരും. രക്ഷപ്പെടുന്ന ഒരു സമയമാണ് ഇവർക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും അമ്മയോട് പറഞ്ഞു പ്രാർത്ഥിക്കുക. 3ാമത്തെ നക്ഷത്രം രോഹിണിയാണ്. കഷ്ടതകൾ നീങ്ങി ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളിപ്പോൾ. അമ്മ മഹാമായയുടെ, പരാശക്തിയുടെ, പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം ഉണ്ടാകുന്നതായിരിക്കും. ആഗ്രഹിച്ചതൊക്കെയും കൊതിച്ചതൊക്കെയും വിധിച്ചതൊക്കെയും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കിട്ടുന്ന സമയമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസ വഴിപാട് കൂടി സമർപ്പിക്കുക. ഇതിനോടൊപ്പം രോഹിണിയാണ് നിങ്ങളുടെ നക്ഷത്രം. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടുതൽ കരുതൽ കൂടി നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ പാൽപ്പായസം നേദിക്കുന്നത് വഴി നിങ്ങൾക്കത് സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഭദ്രകാളി ദേവിയുടെ ഒരു പടം നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. കാരണം നിങ്ങൾക്ക് ജന്മനാ തന്നെ ഭദ്രകാളി അമ്മയുടെ ഒരു അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പൂജാമുറിയിൽ ഇങ്ങനെ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഫലങ്ങൾ ഇരട്ടിയാവുകയും അമ്മ പൊന്നമ്മയ്ക്ക്, അമ്മ തമ്പുരാട്ടിക്ക്, അമ്മ മഹാമായിക്ക്, പരാശക്തിക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹവാത്സല്യങ്ങൾ, കരുതലും ഉണ്ടാകാനും ഇത് കാരണമായി ഭവിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്.
അമ്മ മഹാമായയുടെ അനുഗ്രഹം ധാരാളമായുള്ളൊരു നക്ഷത്രം കൂടിയാണ്. നാഗരാജാവിൻ്റെ നാഗയക്ഷിയമ്മയുടെ ഒക്കെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രം കൂടിയാണ് ആയില്യം. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങൾ ചെയ്യേണ്ടത് വെടിവഴിപാട് കഴിപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ വെടിവഴിപാട് നടത്താത്ത പക്ഷമാണെങ്കിൽ നിങ്ങൾ ആ ധനം കൊണ്ടുപോകുന്ന ആ പണം വഴിപാടിന് എത്രയാകുന്നുണ്ടോ തുക, ആ തുക നിങ്ങൾ വഞ്ചിയിലിട്ട് തലക്കൊഴിഞ്ഞ് വഞ്ചിയിലിട്ട് നെഞ്ചോട് ചേർത്ത് തലക്കൊഴിഞ്ഞ് വഞ്ചിയിലിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും. വഴിപാട് സമർപ്പിക്കാത്ത പക്ഷമാണെങ്കിൽ ആയില്യം നക്ഷത്രക്കാർക്ക് അമ്മ പരാശക്തിയുടെ അമ്മ മഹാമായയുടെ ആദി പരാശക്തിയുടെ അനുഗ്രഹം വളരെയധികമുള്ള ഒരു സമയത്തിലാണ്. ജന്മനാ തന്നെ നിങ്ങൾക്ക് ആ ഒരു സിദ്ധി ഉള്ളതിനാൽ തന്നെ ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ ചെന്ന് ഭവിക്കുകയാണെങ്കിൽ പോലും എപ്പോഴും ഒരു കരുതൽ നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുന്നതുമാണ്. അടുത്ത നക്ഷത്രം മൂലമാണ്. ഭാഗ്യസമയമാണ്. പൊൻതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഐക്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. ബുദ്ധിമുട്ടുകളും അറുതികളും വറുതികളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിനും അന്നത്തിനും വകയില്ലാഞ്ഞ അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസം ഇതൊക്കെയും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇനിയുള്ള വേളയിൽ മൂലം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അമ്മ മഹാമായയുടെ അനുഗ്രഹം നിമിത്തമുള്ള ഭാഗ്യത്തിൻ്റെ വരദാനത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയം നിങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനായി ശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ബഹളാമുഖി അർച്ചന നിർത്തുക. അത്രയും ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതുമായിരിക്കും. തൃക്കേട്ടയാണ് അടുത്ത നക്ഷത്രം. ഭാഗ്യത്തിൻ്റെ സമയമാണ്. അഭിവൃദ്ധിയുടെ ഉയർച്ചയുടെ തള്ളിപ്പറഞ്ഞവരും പുറകിൽ നിന്ന് കുത്തിയവർക്കുമൊക്കെയും തിരിച്ചടി കിട്ടുന്ന ഒരു സമയമാണ്. അമ്മ മഹാമായ പരാശക്തി നിങ്ങളുടെ മേൽ കണ്ണ് ദൃഷ്ടി തുറന്നിരിക്കുന്ന ഒരു സമയമാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളും ബഹളാമുഖി അർച്ചന നടത്തുക. അത് മുടങ്ങാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഭഗവതിയുടെ ഒരു ചൈതന്യം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ മനസ്സ് നിറഞ്ഞ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക. എടുത്തെടുത്ത് പറയുകയാണ്. മനസ്സ് നിറഞ്ഞ് ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും നടക്കില്ല എന്ന് പോലും ലോകം വിധി എഴുതിയ ആഗ്രഹങ്ങളും മാറില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതിയ നിങ്ങളുടെ അസുഖങ്ങൾ പോലും നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ വിട്ട് നിങ്ങളുടെ മനസ്സിനെ വിട്ടകന്ന് എല്ലാ വ്യാധികളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെയും ദൂരെ അകലുന്നതായിരിക്കും. നിങ്ങൾക്ക് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും ഒരു സമയം കൂടിയാണ് അമ്മ മഹാമായയുടെ ആദി പരാശക്തിയുടെ അനുഗ്രഹം നിമിത്തം വന്നണഞ്ഞിരിക്കുന്നത്. അടുത്ത നക്ഷത്രം അനിഴമാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ, വളരെയധികം കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു വന്ന നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം അനുഭവിക്കേണ്ടതായ ഒരു സമയം കൂടിയാണ്. അത്രത്തോളം ദുഃഖം മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് മാസം തോറും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ കറുകമാല ചാർത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. ആ ബിംബത്തിൽ നോക്കി പ്രാർത്ഥിക്കുക. നിങ്ങൾ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം ഫലവത്തായി മാറുന്നതായിരിക്കും. അനിഴ നക്ഷത്രക്കാർ രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിയണേ എന്ന് പറഞ്ഞ് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക. ഭാഗ്യത്തിൻ്റെ വളരെ വലിയൊരു തോത് ഗണ്യമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇതൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് അമ്മ പരാശക്തിയുടെ മഹാമായയുടെ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുകയില്ല. കൂടാതെ ശത്രു നിമിത്തമുണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെ അകലുകയും ശാരീരിക മാനസിക വ്യതകളൊക്കെയും അകർന്ന് സന്തോഷകരമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ജന്മനാ തന്നെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ഈ ഇടയ്ക്കെപ്പോഴൊക്കെയോ നിങ്ങളുടെ താളമൊന്ന് തെറ്റിയിരുന്നു. അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുകയാണ്. ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കും ഈ ഒരു പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈ നക്ഷത്രക്കാരായ ആളുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമ്മ മഹാമായയുടെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയും നേട്ടവും ഉയർച്ചയും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് തന്നെ കരസ്ഥമാകുന്നതായിരിക്കും.